ആ പോരാട്ടം തുടരും. ഈ അനീതിക്കെതിരെ എൻ്റെ പോരാട്ടം തുടരും. ഇത് നീതികേടാണ്, അനീതിയാണ്, മനുഷ്യത്വമില്ലായ്മയാണ്, ഒക്കെയാണ്. ഇനി പാർട്ടി തീരുമാനിച്ച് പറയട്ടെ. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിനകത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കണ്ണൂരിൽ കെ സുധാകരൻ തുടങ്ങിവെച്ച പ്രതിഷേധം ഇപ്പോഴിതാ പത്തനംതിട്ടയിൽ DCC ജനറൽ സെക്രട്ടറിയുടെ രാജിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി ബാബു ദിവാകരൻ രാജിവെച്ചു. അദ്ദേഹം പത്തനംതിട്ട നഗരസഭ മുൻ ചെയർമാൻ കൂടിയാണ്. പത്തനംതിട്ട ജില്ലയിലെ മണ്ഡലങ്ങളിൽ ജില്ലയ്ക്ക് പുറത്തുനിന്ന് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കാൻ ശ്രമിക്കുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ബാബു ദിവാകരൻ രാജിവെച്ചത്. കോൺഗ്രസ് നേതാക്കളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. ബാബു ദിവാകരന്റെ വാക്കുകൾ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും കേൾക്കേണ്ടതാണ്. കേൾക്കാം. അപ്പോൾ എൻ്റെ നേതാക്കന്മാർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ നാട്ടുകാർക്ക് എന്നെ അറിയാം. ചില നേതാക്കന്മാർക്ക് വേണ്ടി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ബാബു ദിവാകരൻ, കൊല്ലത്ത് SM കോളേജിൽ KS തുടങ്ങി യൂത്ത് കോൺഗ്രസ്, അടൂർ നഗരസഭയുടെ ചെയർമാൻ, ടാലന്റ് ഹണ്ടിലൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്, പ്രവർത്തിച്ച മേഖലയിലെല്ലാം പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും പാർട്ടിക്കോ നാടിനോ നാട്ടുകാർക്കോ ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കാതെ, ഒരപമതിപ്പും ഉണ്ടാക്കാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ച ഒരാളാണ്. യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ ഞാൻ നടത്തിയ സമരങ്ങൾ, പോരാട്ടങ്ങൾ നിങ്ങളുടെയൊക്കെ ലൈബ്രറികളിൽ കാണും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കലൊക്കെ കടന്ന് ഞാൻ വാങ്ങിച്ചു കൂട്ടിയ തല്ലുകൾ, എൻ്റെ ജയിൽവാസം എല്ലാം നിങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എൻ്റെ പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് രാജി കൊടുത്തു. അപ്പോൾ അതിൽ ഞാൻ ഫ്രം അഡ്രസ്സായിട്ട് എഴുതിയിരിക്കുന്നത് ബാബു ദിവാകരൻ വാടക വീട്ടിലായതിനാൽ സ്ഥിരമായ മേൽവിലാസമില്ല. ഞാൻ ടു അഡ്രസ് അഡ്വക്കേറ്റ് ബിജു വർഗീസ്, ബ്ലോക്ക് പ്രസിഡന്റ്. ഞാൻ വാടക വീട്ടിൽ തെരുവിൽ എൻ്റെ സുഖമില്ലാത്ത കിടപ്പുരോഗിയായ ഭാര്യയുമായി കഴിയേണ്ടി വന്ന സാഹചര്യം, പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലൂടെ ഞാൻ എൻ്റെ ആശയത്തെ വിറ്റില്ല. ഞാൻ എൻ്റെ പാർട്ടിയെ വിറ്റില്ല. വിറ്റിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഞാൻ തെരുവിൽ നിൽക്കേണ്ട അവസ്ഥ വരില്ല. നിങ്ങൾക്ക് വരാം, എൻ്റെ വീട്ടിൽ വന്ന് നോക്കാം. എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളോടൊക്കെ ചിലത് പറയാനുണ്ട്. അത് ഞാൻ വിറ്റിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ ഈ എൻ്റെ ആളുകളുടെ ഇടയിൽ, ഈ നാട്ടിൽ, സമൂഹത്തിൽ ഞാൻ അന്തസ്സോടെ തന്നെ ഇറങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇനി എൻ്റെ രാജിയുടെ ആവശ്യത്തിലേക്ക് വരാം. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, ഈ പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം. അപ്പോൾ അവിടെ ഓരോ സീറ്റും നിർണായകമാണ്. ഞാനൊരു അപേക്ഷ കൊടുത്തിരുന്നു. ഞാൻ അർഹതയില്ലാത്ത ഒരു കാര്യത്തിനും അപേക്ഷയുമായി ഒരിക്കൽ പോലും പാർട്ടിയുടെ മുന്നിൽ നിന്നിട്ടില്ല. മുനിസിപ്പൽ ചെയർമാൻ പദവിയും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടോ പടവെട്ടിപ്പിടിച്ചതോ അല്ല. എൻ്റെ വാർഡ് സംവരണമായപ്പോൾ അവിടെ ആരും മത്സരിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ മത്സരിക്കുകയും ചെയർമാനാകുകയും ചെയ്തതാണ്. കോൺഗ്രസിൻ്റെ എല്ലാ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി എക്കാലത്തും പാട്ടുപാടാനും ചെണ്ട കൊട്ടാനും ഒരു പ്രചാരകനായി ഞാൻ ഈ നിരത്തുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ബയോഡാറ്റയാണ്. പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ സീറ്റിന് വേണ്ടിയുള്ള, അല്ലെ സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ആർഗ്യുമെൻ്റായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അതല്ല പ്രശ്നം. നിർണായകമായി ഈ തെരഞ്ഞെടുപ്പിൽ അടൂരടക്കം ഓരോ മണ്ഡലവും വിലപ്പെട്ടതായതുകൊണ്ട് ജയിക്കാൻ ഒരു സ്ഥാനാർത്ഥി അടൂരിൽ തരണം പാർട്ടി. അന്തസ്സോടുകൂടി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു ആളിനെ പാർട്ടി നിശ്ചയിച്ചു പറഞ്ഞാൽ എൻ്റെ അപേക്ഷ യോഗ്യത ഇല്ല എന്നുള്ള കാരണത്താൽ വെട്ടിക്കളഞ്ഞേക്കൂ. പക്ഷേ ആ സ്ഥാനാർത്ഥിയെ തന്നാൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ പാട്ടുപാടും, ഞാൻ തെരുവിലിറങ്ങും, ഞാൻ വീട് കയറും, പോസ്റ്റർ ഒട്ടിക്കും, എൻ്റെ രാജിയും പിൻവലിക്കാം. അത് പറഞ്ഞാൽ മതി പാർട്ടി. 16 സംവരണ മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. 2 എണ്ണമാണ് കാലങ്ങളായി ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ ബാക്കി സംവരണ മണ്ഡലങ്ങളിൽ ആളുകൾ ജയിക്കാത്തത്? എന്താണ്? ഒരു പുറമ്പോക്ക് ഭൂമിയായി ഈ സംവരണ മണ്ഡലങ്ങളെ കാണുന്നത് എന്തുകൊണ്ടാണ്? അടൂരിൽ നിന്നും മണ്ഡലം സംവരണം ചെയ്യുന്നതിന് മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തേക്ക് മടങ്ങിയത് 20,000-ത്തിലധികം ഭൂരിപക്ഷവുമായിട്ടാണ്. പിന്നീട് ജയിച്ചോ കോൺഗ്രസ് സ്ഥാനാർത്ഥി?
3 വട്ടമായി പരാജയപ്പെട്ടു. മാവേലിക്കരയിൽ നിന്ന് എമ്മുരുളി മടങ്ങിയതും ഏതാണ്ട് 15,000-20,000 വോട്ട് വാങ്ങിച്ചുകൊണ്ടാണ്. കുന്നത്തൂരിൽ എന്താണ് ഉല്ലാസ് ജയിക്കാത്തത്? ഈ സംവരണ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ എന്താണ് പാർട്ടിയുടെ നിലപാട്? അപ്പം എന്താണ് ആ കാഴ്ചപ്പാട്? എന്താണ്? ആ മണ്ഡലങ്ങളെ ആര് നോക്കും? അവിടെ എന്തെങ്കിലും ആകട്ടെ എന്നാണോ സ്ഥിതി? പിന്നെ ഈ തീരുമാനങ്ങളിലൊക്കെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ, ഞാൻ അങ്ങേറ്റം ബഹുമാനിക്കുന്ന നിലപാടുകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വല്ലാത്ത ആവേശമാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പാർട്ടിക്കാർ വല്ലാത്ത ഊർജ്ജമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ. അദ്ദേഹം എപ്പോഴും നീതിക്ക് വേണ്ടി സംസാരിക്കും. അദ്ദേഹം നീതിക്ക് വേണ്ടി കേരളമൊട്ടാകെ നടന്ന് സംസാരിക്കുന്നു. അപ്പം പാർട്ടിയിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് നീതി വേണ്ടേ? അദ്ദേഹം പോരാടുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ പോരാട്ടം പുറത്തു വരട്ടെ. അദ്ദേഹം നീതിക്ക് വേണ്ടി എന്നുള്ള അദ്ദേഹം ഉയർത്തിയ ശബ്ദം കൂടി പുറത്തു വരട്ടെ. അപ്പോൾ പിന്നെ എതിർഭാഗത്ത് നീതിയില്ലായ്മയ്ക്ക് കൂട്ടുനിന്ന ആളുകളുടെ പേരും പുറത്തു വരുമല്ലോ. നീതി വേണം, ന്യായം വേണം, യുക്തി വേണം. അത് മാത്രമാണ് എൻ്റെ ആവശ്യം. എൻ്റെ സീറ്റല്ല പ്രശ്നം. ന്യായമായ ഒരാളെ തന്നാൽ ഞാൻ അപ്പോൾ രാജി പിൻവലിക്കും, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതാണ് അടൂരിലുണ്ട്. അടൂരിൽ പിന്നെ സർവേകൾ, ഈ സുനിൽ കനകോലു അണ്ണൻ അദ്ദേഹം നടത്തിയ സർവേ ഉണ്ടല്ലോ, എൻ്റെ പേരുകളും അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും പലരുടെയും പേരുകളിട്ട് ഇങ്ങനെ നടത്തിയ സർവേകൾ നടത്തിയല്ലോ. അപ്പോൾ സുനിൽ അണ്ണൻ്റെ ആ സർവേ ലിസ്റ്റ് പുറത്തു വരാൻ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് കളിപ്പീരാണോ? സർവേക്ക് വേണ്ടി പണം മുടക്കുന്നല്ലേ പറയുന്നത്? സർവേകൾ വിടട്ടെ, പുറത്ത് വിടട്ടെ. അപ്പം നിങ്ങൾക്ക് ജയിക്കാനാണെങ്കിൽ, പാർട്ടിക്ക് ജയിക്കാനാണെങ്കിൽ അടൂരിൽ തന്നെ ഉണ്ട് സ്ഥാനാർത്ഥികൾ. ബാബു ദിവാകരനല്ല, അടൂരിൽ തന്നെ 6-7 പേരുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. നല്ല സ്ഥാനാർത്ഥികൾ. ഞാൻ പറഞ്ഞു കൊടുക്കാം, അല്ലെ പാർട്ടിക്കാർ പറഞ്ഞു കൊടുക്കും. അപ്പം എൻ്റെ അപേക്ഷ മാറ്റിവെച്ച നേതാക്കന്മാരെ ഞാനൊന്ന് അടൂരിലോട്ട് ക്ഷണിക്കുക. നമുക്ക് ഒരുമിച്ച് ഇവിടെ ഒന്ന് നടക്കാം. തയ്യാറുണ്ടോ? നമുക്ക് ആളുടെ ഇടയിലൊന്ന് നടക്കാം. ഞാനും വരാം. നിങ്ങൾ ആളിനെ വിടും, നിങ്ങൾ നേതാക്കന്മാരെ വിടണ്ട, അല്ലാതെ നിങ്ങളുടെ പ്രതിനിധികൾ അയച്ചാൽ മതി. നമുക്കൊന്ന് നടക്കാം, ജനങ്ങൾക്കിടയിൽ ഒന്ന് ഇറങ്ങി നടക്കാം. വരട്ടെ. അപ്പം പോരാടാനാണ് എന്നെ പഠിപ്പിച്ചത് പാർട്ടി. അനീതിക്കെതിരെ പോരാടാൻ. അനീതിക്കെതിരെ പോരാടിയത് കൊണ്ടാണ് ഇന്നത്തെ DGPയുടെ കയ്യിൽ നിന്ന് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ കിടന്ന് ഞാൻ ചവിട്ട് വാങ്ങിച്ചത്. ഇന്നും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ പോരാട്ടം തുടരണ്ടേ? പാർട്ടി എന്നെ പഠിപ്പിച്ചത് അനീതിക്കെതിരെ പോരാടാനാ. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ പോരാടാനാണ് പഠിപ്പിച്ചത്. ആ പോരാട്ടം തുടരും. ഈ അനീതിക്കെതിരെ എൻ്റെ പോരാട്ടം തുടരും. ഇത് നീതികേടാണ്, അനീതിയാണ്, മനുഷ്യത്വമില്ലായ്മയാണ്, ഒക്കെയാണ്. ഇനി പാർട്ടി തീരുമാനിച്ച് പറയട്ടെ.